ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ആട് 3 കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം നമ്മളെ 9:15 ഷോയ്ക്കാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മളൊരു 8:30-8:45 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചിന്നക്കട വന്നു. ഉഷ തിയേറ്ററിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ വന്ന് സ്നാക്സൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു. ഏട്ടനും കാശിയെല്ലാം അവിടെ നിന്ന് ഓരോ ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടം വരെ എത്തിയപ്പോഴത്തേക്ക് ദാഹം, ഇപ്പോഴത്തെ ചൂടല്ലേ സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറുമായിരുന്നേ. അപ്പോഴേക്കും സിനിമ തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നു. നമ്മളപ്പോഴത്തേക്കും നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് പോയി ഇരിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം ഏതാ ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് പരസ്യം എന്തെങ്കിലും ആയിരിക്കും എന്നാണ് കരുതിയത്. പിന്നെ ഇരുന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ അകത്തിലുള്ളതാണെന്നുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ സിനിമയൊക്കെ കണ്ടു. ശ്രീമോനാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കുറേ സമയം കണ്ടു. ലാസ്റ്റ് സമയം ആയപ്പോഴെന്തോ ആണ് അവൻ ഉറങ്ങിയത്. അതുവരെ മൊത്തം കാണുന്നുണ്ടായിരുന്നേ. അപ്പം വൈകിട്ട് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴും ഞാൻ ഇവനെ ഉറക്കിയില്ല. ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ ഉറങ്ങത്തില്ലല്ലോ എന്നും കരുതിയാണ് ഉറക്കാതിരുന്നത്. പക്ഷേ അവന് ഒരു വഴക്കും ഇല്ലായിരുന്നു. അവൻ പകുതി മുക്കാൽ സിനിമയും കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ വലിയ കുഴപ്പമില്ല, ചിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും എനിക്ക് ആട് 2-ൻ്റെ അത്രയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. എല്ലാവരും പോയി കണ്ടു നോക്കുക, എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ 12 മണി 12:30 എന്തോ ആയിട്ടുണ്ട് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. അപ്പോഴത്തെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ റൗണ്ടിലോട്ട് പോയതാണ്. അപ്പോൾ കഴിച്ചിട്ട് കയറാമെന്നുള്ള പ്ലാനിങ്ങിലാണ് വന്നത്. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ 12:30-ക്കാണ് ഫുഡ് കഴിക്കുന്നത്. ഇവിടെ ഇപ്പം ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കടകളും ഒന്നും ഇല്ല. പിന്നെ ബെഞ്ചുകളും ഡെസ്കുകളും എല്ലാം ഒന്നും നേരത്തെ ഇട്ടിട്ടുമില്ല കേട്ടോ. അപ്പം ഞാൻ പൊറോട്ടയും ബീഫും പറഞ്ഞു, ഏട്ടനാണെങ്കിൽ ചപ്പാത്തിയാണേ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടിങ്ങ് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.